ഹോശേയ പ്രവാചകന്റെ പുസ്തകം എടുക്കാം, 14-ാം അധ്യായം എടുക്കാം, 7-ാമത്തെ വാക്യം നമുക്ക് വായിച്ചുകൊണ്ട് ദൈവവചനം നമുക്ക് ധ്യാനിക്കാനായിട്ട് പോവുകയാണ്. അവന്റെ നിഴലിൽ പാർക്കുന്നവർ വീണ്ടും ധാന്യം വിളയിക്കും. ഹോശേയ പ്രവചിക്കുകയാണ്, അവന്റെ നിഴലിൽ പാർക്കുന്നവർക്ക് വീണ്ടും ധാന്യം വിളയിക്കുകയും മുന്തിരിവള്ളി പോലെ തളിർക്കുകയും ചെയ്യും. മുന്തിരിവള്ളി പോലെ അവരെ തളിർക്കുകയും ചെയ്യും. അതിന്റെ കീർത്തി ലബാനോനിലെ വീഞ്ഞിൻ്റെതുപോലെ ഇരിക്കും. നല്ല വചനത്തിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുക. നമുക്ക് ബൈബിൾ ഒന്ന് തുറക്കാം. 91-ാം സങ്കീർത്തനത്തിലോട്ട് നമ്മുടെ ചിന്തകളെ നമുക്ക് കൊണ്ടുവരാം. 91-ാം സങ്കീർത്തനത്തിൻ്റെ 1-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിച്ചു കേൾക്കാം. നിങ്ങൾക്ക് വളരെ പരിചയമുള്ള വാക്യമാണ്, വായിച്ചു കേൾക്കാം. അത്യുന്നതന്റെ മറവിൽ വസിക്കുകയും സർവശക്തന്റെ നിഴലിൻ കീഴിൽ പാർക്കുകയും ചെയ്യുന്നത് യഹോവയെ കുറിച്ച് അവൻ എൻ്റെ സങ്കേതവും കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവമെന്നും പറയുന്നു. ഈ സങ്കീർത്തനത്തിലെ എഴുത്തുകാരൻ ഭൂരിഭാഗം വേദശാസ്ത്രികളുടെ പഠനമനുസരിച്ച് മോശയാണെന്നാണ്. ചിലർ യോശുവയാണെന്നും വാദിക്കുന്നവരുണ്ട്. എന്നാൽ ഭൂരിഭാഗം വേദപഠിതാക്കളും ഇനി മോശയായാലും യോശുവയായാലും ഇവരെ കൊണ്ട് എഴുതിപ്പിച്ചത് പരിശുദ്ധാത്മാവായോണ്ട് ആരെഴുതിയാലും കുഴപ്പമില്ല. പക്ഷേ ഇതിനകത്ത് ഞാൻ ഇന്ന് വിവരിക്കാൻ പോകുന്ന ഭാഗം മോശയെ മുൻനിർത്തിയാ വേണം, യോശുവയെ മുൻനിർത്തിയും വേണം വിവരിക്കാനായിട്ട് പറ്റുമായിരിക്കും. നിങ്ങൾക്കറിയാമോ, സ്തോത്രം, മോശ പറയുക അത്യുന്നതന്റെ മറവിൽ വസിക്കുകയും സർവശക്തന്റെ നിഴലിൻ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവൻ. മോശ എന്താണ് മറ്റാരും പറയുന്നതിലും അധികം നിഴലിന്റെ കീഴിൽ പാർക്കണമെന്ന് പറയാൻ കാരണം? ഈ മോശയുടെ ചരിത്രം നമ്മൾ ബൈബിളിൽ പഠിക്കുമ്പോൾ മോശ പർവ്വതത്തിൽ ദൈവത്തിനടുക്ക കയറിയാലും ഒരു മേഘം മോശമേൽ മൂടും. സമാഗമന കൂടാരത്തിന്റെ വാതുക്ക മോശ വന്നാലും മേഘം ഒരു കൂടാരത്തെ മൂടും. സ്തോത്രം. ഇസ്രായേൽ മക്കളുടെ മരുഭൂമി യാത്രയിലും മുഴുവൻ ഒരു മേഘം വിരിഞ്ഞു നിൽക്കുക. ചുരുക്കി പറഞ്ഞ 40 കൊല്ലം കണ്ണു തുറന്നാൽ കാണുന്ന കാഴ്ച മേഘത്തെയാണ്. മന്ന തിന്നുമ്പോൾ മേഘം കണ്ടുകൊണ്ടിരിക്കുക. സംഖ്യാപുസ്തകത്തിലുണ്ട് കൂടാരം പൊക്കി യാത്ര ചെയ്യേണ്ടത് എപ്പോഴാന്ന് ചോദിച്ചാൽ മേഘം തലയ്ക്ക് മുകളിൽ നിന്ന് മൂവ് ചെയ്യുമ്പോൾ സംഖ്യാപുസ്തകത്തിലെ ആ വാക്യം മാത്രം ഒന്ന് വായിക്കണം. മറ്റേതെല്ലാം വായിക്കാനുള്ള സമയം എനിക്കില്ല. 9-ാം അധ്യായത്തിൻ്റെ 17-ാമത്തെ വാക്യം മാത്രം നമുക്ക് വായിക്കാം. സംഖ്യാപുസ്തകം 9-ാം അധ്യായം 17-ാം വാക്യം. മേഘം കൂടാരത്തിന്മേൽ നിന്ന് പൊങ്ങുമ്പോൾ ഇസ്രായേൽ മക്കൾ യാത്ര പുറപ്പെടും. മേഘം കമ്മിറ്റി കൂടി തീരുമാനിക്കുവല്ല നമ്മൾ മൂവ് ചെയ്യണോ വേണ്ടായോ എന്ന്. മേഘത്തെ നോക്കി വെച്ചാൽ മതി. മേഘം പൊങ്ങുമ്പോൾ കൂടാരം പൊളിച്ചോണം. എവിടെങ്കിലും മേഘം നിൽക്കുമ്പോൾ കൂടാരം അവിടെ അടിച്ചോണം. എന്തൊരു പദ്ധതിയാ ഇത്! കണ്ട മോശ സങ്കീർത്തനം ചമച്ചപ്പം ഈ മേഘത്തിന്റെ നിഴലിലിരിക്കുന്നവർക്ക് അവർ പറയേണ്ട 8 കാര്യങ്ങൾ ആ സങ്കീർത്തനത്തിൽ വിവരിച്ച് പറയുക. അത് ഒന്ന് പറഞ്ഞേച്ച് വേണം ഇന്ന് ദൂത് തുടങ്ങാനായിട്ട്. സ്തോത്രം. നോക്കിയേ, മോശയ്ക്ക് എന്നും പറയാനുള്ളത് പോരാട്ടത്തെ അല്ല, മേഘത്തെ കുറിച്ചാണ്.